അങ്ങനെ ഓരോരുത്തർ ചോദിച്ചു വരും കേട്ടോ, ഇങ്ങനെ പാട്ട് പാടുന്ന വിലാസിനി ചേച്ചിൻ്റെ വീടാതാന്നൊക്കെ ചോദിച്ചു വരും. പക്ഷെ ആരും പറഞ്ഞു കൊടുക്കില്ല. അതെന്താ ആളുകൾക്കും താല്പര്യമല്ലേ വിലാസിനി ചേച്ചി പാട്ട് പാടി രംഗത്ത് വരുന്നത്? രംഗത്ത് വരാൻ ഞാൻ ചിലപ്പോൾ സാറേ നന്നായി പോയാലോ. 12 മണിയായിട്ടും എൻ്റെ പേര് വിളിക്കുന്നില്ല പാടാനുള്ള. രാത്രി 12 മണിയോ? ആ, ഫസ്റ്റ് ഒരാൾ പാടാൻ, പിന്നെ രണ്ടാമത്തെ ഞാനേനു പാടാൻ. അവിടെ എത്തിയ പോലെ ലിസ്റ്റ് മാറ്റി. ഞാൻ വിചാരിച്ചു എൻ്റെ പേര് വിളിക്കേക്കും. ഞാൻ ഇങ്ങനെ കണ്ണിന്നിങ്ങനെ കണ്ണീര് വരികയാണ്. അപ്പോൾ ഒരു പാട്ടോടെ കൂടെ പരിപാടി നിർത്തുകയാണ് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ഞാൻ സ്റ്റേജിൻ്റെ മുന്നിൽ പുറത്തിറങ്ങി പോന്നു. എനിക്ക് വാക്കുകളില്ല പറയാൻ കിട്ടുന്നേ ഇല്ല. കണ്ണിന്ന് എന്താ ചോരയാ ചാടിയത്. കാരണം എന്താ പറയുക, എൻ്റെ മോള് പ്രസവിച്ചിട്ട് 1 മാസമായിട്ടേ ഉള്ളൂ. ആ കുട്ടീനെ ഇട്ടിട്ടാണ് ഞാൻ പോയത്. അവിടെ അവർ വന്ന് ഒളിഞ്ഞു നിന്ന് നോക്കി കേട്ടു. ഒളിഞ്ഞു നിന്നത് അവര്, രംഗത്തേക്ക് വന്നിട്ടില്ല. റെക്കോർഡ് ചെയ്യാതിരുന്നത്? അത് റെക്കോർഡ് ചെയ്യാനുള്ള മുന്നോട്ട് ചിന്തിക്കാനുള്ളതില്ലേ, സാമ്പത്തികം ഇല്ലാത്തതിനെ കൊണ്ട്. മുക്കം ചേന്നമംഗല്ലൂർ റോട്ടിലെ അറോറ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണത്തിന് കയറിയപ്പോഴാണ് ഒരു മൂളിപ്പാട്ട് കേട്ടത്. പാടിയ ആളെ അന്വേഷിച്ച് പോയപ്പോൾ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വിലാസിനി ചേച്ചിയാണ് കാണാൻ പറ്റിയത്. നല്ല പണിയിലാന്ന് തോന്നുന്നുണ്ട്, നല്ല തിരക്കാണ്. വിലാസിനി ചേച്ചി നേരത്തെ ഇങ്ങനെ പാടാറുണ്ടായിരുന്നോ? 4 വയസ്സിൽ തുടങ്ങിയതാ. 4 വയസ്സിൽ തുടങ്ങിയിട്ടുണ്ട്. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്? സ്കൂളിലൊക്കെ നല്ല പ്രോത്സാഹനവും അച്ഛനമ്മ അനിയന്മാർ ചേട്ടന്മാർ എല്ലാവരും നാട്ടുകാർ വീട്ടുകാരൊക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ എവിടെ വേദി ഉണ്ടെങ്കിലും എന്നെ വിളിക്കും പാടാൻ. വേദികളിൽ പാടുന്ന ആളാണ് വിലാസിനി ചേച്ചി. അതേസമയത്ത് ഹോട്ടലിൽ ജോലി എടുക്കുന്നുണ്ട്. ഹോട്ടലിൽ ജോലി ചെയ്യുമ്പോഴും ഞാൻ അങ്ങനെ പാടാറുണ്ട്. വേറെന്താ ജോലിക്കൊക്കെ പോകാറുള്ളത്? വേറെ തൊഴിലുറപ്പിന് പോകലുണ്ട്. നിങ്ങളുടെ വീട് എവിടെയാണ്? മാവൂര് മേച്ചേരിക്കുന്ന് ഹൈസ്കൂളിന്റെ അടുത്താണ്. മാവൂർ മേച്ചേരിക്കുന്ന് ഹൈസ്കൂളിന്റെ അടുത്താണ് വീട്. പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, തീരെ പഠിച്ചിട്ടില്ല. പുള്ളി മഞ്ഞിഴി വള്ളി പെണ്ണിനെ കണ്ട നേരത്തെ കള്ളക്കണ്ണൊളി കാട്ടി വിലവൻ കള്ളി നേരത്തെ കന്നി പെൺകൊടി നിന്നെ കാണുമ്പോൾ ഉള്ളം തുള്ളിടുന്നേ നിന്നെ കെട്ടുവാൻ എൻ മനസ്സിൽ മോഹം തോന്നുന്നേ പുള്ളി മഞ്ഞിഴി വള്ളി പെണ്ണിനെ കണ്ട നേരത്തെ കള്ളക്കണ്ണൊളി കാട്ടി വിലവൻ കള്ളി നേരത്ത് അയ്യട മല വേട നിന്നോട് മോഹം കൊള്ളാലോ എന്നെ കെട്ടുവാൻ നിൻ മനസ്സിൽ പൂതിയുണ്ടോടാ അയ്യട മല വേട നിന്നോട് മോഹം കൊള്ളാലോ എന്നെ കെട്ടുവാൻ നിൻ മനസ്സിൽ പൂതിയുണ്ടോടാ പുള്ളി മഞ്ഞിഴി വള്ളി പെണ്ണിനെ കണ്ട നേരത്ത് ആഹാ കള്ളക്കണ്ണൊളി കാട്ടി വിലവൻ കള്ളി നേരത്ത്. വിലാസിനി ചേച്ചി നല്ലൊരു പാചകക്കാരി കൂടിയാണോ? അത്യാവശ്യം കുറച്ചൊക്കെ. ഇതിപ്പോ എന്താ ഉണ്ടാക്കുന്നത്? സാമ്പാർ. ഒരു ലേശം നോക്കട്ടെ, എങ്ങനെയുണ്ട് നോക്കട്ടെ. അയ്യോ, ചൂടുണ്ടാവും. 4-ാം വയസ്സിൽ തന്നെ പാട്ട് തുടങ്ങിയിട്ടുണ്ട്. ആദ്യമായിട്ട് പാട്ട് പാടിയ അവസരമൊക്കെ ഓർക്കുന്നുണ്ടോ? 4-ാം ക്ലാസ് എന്നായിരുന്നു. അന്നൊരു സയൻസ് കുഞ്ഞുമാഷ് എന്ന് പറഞ്ഞൊരു മാഷാണ് എന്നെ തലയിൽ വെച്ച് കൈ വെച്ച് അനുഗ്രഹിച്ച്, മോളെ നീ എവിടെയെങ്കിലും ഒക്കെ എത്തുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എവിടെ എത്തിയിട്ടില്ല, എത്തിക്കാൻ ആളില്ലാതായി പോയി. അതുകൊണ്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നിനും കഴിവില്ലാതായി പോയി. 4-ാം ക്ലാസ്സിൽ ഏത് പാട്ടേ പാടിയിരുന്നത്? എല്ലാരും ചൊല്ലണേ കല്ലാണ് നെഞ്ചിലെന്ന് കരിങ്കല്ലാണ് നെഞ്ചിലെന്ന് ഞാനൊന്നു തൊട്ടപ്പോൾ നീലക്കുയിലിൻ്റെ കൂടാണു കണ്ടതയ്യാ ചക്കര കൂടാണു കണ്ടതയ്യാ. അപ്പൊ 4-ാം ക്ലാസ്സിൽ സാഹിത്യ സമാജത്തിൽ പാട്ട് പാടി സ്റ്റേജിൽ പാടി. എത്രാം ക്ലാസ് വരെ പഠിച്ചു? SSLC വരെ പഠിച്ചു. അപ്പൊ ആ സമയത്ത് സ്കൂളിലെ യുവജനോത്സവത്തിന് ഒന്നാമതേന്നു. ഏത് പാട്ടിന്? പാട്ട്, ലളിതഗാനം, മാപ്പിളപ്പാട്ട്, എല്ലാത്തിനും പറയാം. 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ പഠിക്കാൻ പോയില്ല? വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? വീട്ടില് അച്ഛൻ, അമ്മ, അനിയൻ, അനിയത്തി, ചേച്ചി. പക്ഷെ അന്നൊന്നൊരു
സാഹചര്യങ്ങൾ മോശമായിരുന്നു. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം കല്യാണം എത്ര വയസ്സിൽ കഴിഞ്ഞു? കല്യാണം 10 കഴിഞ്ഞ് പിറ്റേത്തെ കൊല്ലം തന്നെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിച്ചത് അങ്ങോട്ടേക്കാ? ഇവിടെ മുക്കത്തേക്ക്, ഇവിടെ തന്നെ. എത്ര കുട്ടികളുണ്ട്? എനിക്ക് 2 ഒരു മോനും ഒരു മോളും. അവരൊക്കെ എന്താ ചെയ്യുന്നത്? മോളെ കല്യാണം കഴിഞ്ഞ് 2 വയസ്സൊരു മോനുണ്ട്. എനിക്ക് മോനുണ്ട്. മോന് കേബിളിന്റെ പണിക്ക് പോവാണ്. അവരൊക്കെ നല്ല സപ്പോർട്ടാ. കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ പാടാനൊക്കെ പോയിരുന്നോ? ഓ പോയിണ്ട്, ഇഷ്ടം പോലെ പോയി. വേദികളിൽ പോയിണ്ട്. ഭർത്താവ് സപ്പോർട്ടേന്. അന്ന് വിലാസം ചേച്ചി പാട്ടുണ്ട്, വരണം, പാടാൻ വരണം പറയും. അപ്പൊ മൂപ്പരോട് ഞാൻ പറയും പാട്ടുണ്ട്, പോണോ? അപ്പൊ മൂപ്പര് ചോദിക്കുന്നോട്, അല്ലെങ്കിൽ എന്തിനാ പോണോ ചോദിക്കുന്ന, നിനക്കൊക്കെ അറിയുന്ന കഴിവല്ലേ, നിനക്ക് പോയി കൂടെ ചോദിക്കും. ഞാനില്ലേന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങള് കുട്ടികളുടെ അച്ഛന്റെ നല്ലൊരു സപ്പോർട്ട് ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് നിങ്ങള് വലിയ സ്റ്റേജുകളിൽ പാടി. അത് എവിടൊക്കെയാണ് പാടിയത്? അത് കോട്ടയം. കോട്ടയത്തൊക്കെ പോയിട്ടുണ്ട്. കോട്ടയം, പിന്നെ നായർക്കുഴി, ഇവിടെ അടുത്തുള്ള എല്ലാ അമ്പലങ്ങളിലും പാടിയിട്ടുണ്ട്. വേദികളിലൊക്കെ ആ കാലത്ത് പാടലുണ്ടായിരുന്നു. പിന്നെ പാട്ട് കുറെ നാള് നിന്ന് പോയില്ല, വേദികളൊന്നും പോവാതെ? ഇല്ല, ഞാനിങ്ങനെ വീട്ടിൽ നിന്നേ പാടിക്കൊണ്ടേ നിൽക്കും. പാടിക്കൊണ്ടേ ഓരോ പണിയെടുക്കുമ്പോ ഒക്കെ ഞാൻ അങ്ങനെ പാടും. അപ്പൊ ഈ പാട്ടുകൾ അന്ന് എങ്ങനെയാണ് നിങ്ങൾ പുതിയ പാട്ടുകൾ എങ്ങനെ പഠിക്കല്? എവിടെങ്കിലും പോയി പഠിക്കാൻ പോയിട്ടൊന്നും? ഇല്ലല്ലോ, ഞാൻ കേട്ട് പഠിക്കും. എവിടുന്നാ കേൾക്കലന്ന്? അന്ന് റേഡിയോ ഉണ്ടാവും, TV ഉണ്ടാവും. പക്ഷെ എന്റെ വീട്ടില് റേഡിയോ ഇല്ല, TV ഒന്നുമില്ല. പക്ഷെ ഇപ്പോഴല്ലേ മൊബൈലൊക്കെ വന്നത്. അപ്പൊ മോളോട് ഞാൻ പറയും, മോളെ അമ്മയ്ക്ക് നല്ലൊരു പാട്ട് ഓ അമ്മ പറഞ്ഞാ മതിയല്ലോ, ഞാൻ എടുത്തു തരാ അറിയില്ല. അന്നത്തെ കാലത്ത് പാട്ട് എവിടുന്നേലും കിട്ടല്? അന്നത്തെ കാലത്ത് പാട്ട് പുസ്തകം വാങ്ങുമായിരുന്നു. നാടൻ പാട്ടിന്റെ വാങ്ങും, സിനിമാ പാട്ടിന്റെ പുസ്തകമൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ പഠിക്കലായിരുന്നു. ആ പാട്ട് പഠിച്ചിട്ട് പിന്നെ കരമൊക്കെ വെച്ചിട്ട് പാടും. സിനിമ പാട്ടുകളൊക്കെ പാടി വന്ന് പിന്നെ നാടൻ പാട്ടിലേക്കാണ് കൂടുതൽ ശ്രദ്ധ? രണ്ടിലുണ്ട്. നിങ്ങൾക്ക് നാടൻ പാട്ടിന്റെ കുറെ ആളുകൾ കൂടെ കൂടിയിട്ട് സംഘത്തിൽ ചേർന്നു. പിന്നെ സംഘത്തിൽ ഞങ്ങൾ ഇപ്പൊ നേരെ നാടൻപാട്ട്, പുന്നല് നാടൻപാട്ട് സംഘം മാവെന്ന് പറഞ്ഞിട്ട് അതില് മെയിൻ ഞാനാണ്. പുന്നല് നാടൻപാട്ടിന്റെ ഒരു സംഘം നിങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. അതില് പ്രധാന പാട്ടുകാരിയാണ് വിലാസിനി PM. ഞാൻ സ്വന്തമായിട്ട് എഴുതിയതാണ്, സ്വന്തമായിട്ട് ട്യൂണിട്ടതാണ്, സ്വന്തമായിട്ട് പാടുകയും ചെയ്ത്. തത്തയ്യം തിത്തയ്യം തിത്തയ്യം തകതാരോ, തിത്തയ്യം താത്തയ്യം തിത്തയ്യം തകതാരോ, താത്തയ്യം തിത്തയ്യം തിത്തയ്യം തകതാരോ, താത്തയ്യം തിത്തയ്യം തിത്തയ്യം തകതാരോ. കേട്ടില്ലേ പുന്നല്ലി വിളഞ്ഞല്ലോ, പുന്നല്ലി കൊയ്യാനെത്തും പഞ്ചവർണ്ണ പൈങ്കിളിയേ, താത്തയ്യം തിത്തയ്യം തിത്തയ്യം തകതാരോ, താത്തയ്യം തിത്തയ്യം തിത്തയ്യം തകതാരോ. പൊൻപതിച്ച പുഞ്ചവയലിൽ പുന്നല്ലി കൊയ്തെടുക്കാൻ കൂടവരന്മാരനോട് ചെന്നതാണേ, എൻ്റെ കൂടവരന്മാരനോട് ചെന്നതാണേ. ഇനി ഉണ്ടിട്ടോ വരികള് ഓർമ്മയിലിട്ട് വരുന്നില്ല, പാടുമ്പോ എങ്ങനെട്ട് പെട്ടെന്നായോണ്ടേ. സ്വന്തം എഴുതിയ പാട്ടാന്ന് പറഞ്ഞല്ലോ, ഈ പാട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അതെന്താ റെക്കോർഡ് ചെയ്യാതിരുന്നത്? അത് റെക്കോർഡ് ചെയ്യാനുള്ള മുന്നോട്ട് ചിന്തിക്കാനുള്ളതില്ല, സാമ്പത്തികം ഇല്ലാത്തതിനെ കൊണ്ട്. അപ്പൊ ഇത് നമുക്ക് റെക്കോർഡ് ചെയ്യണം അല്ലേ? സംഗീത ഉപകരണങ്ങള് വായിക്കാറുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ചെണ്ട മാത്രം. അല്ലാതെ ഒക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ആയിട്ട് എത്താനുള്ള സാമ്പത്തികമില്ല. സമയമുണ്ട്, പക്ഷെ എനിക്കൊന്നിനും സാമ്പത്തികമില്ല, അതാണ് പ്രശ്നം. വേറൊരു പാട്ട് എഴുതിയിട്ടില്ല, അത് നാടൻ പാട്ട് തന്നെയാണോ? അല്ല, അത് അമ്പലത്തിന്റെ പാട്ടാ. അമ്പലത്തിന് വേണ്ടി പാട്ട് എഴുതിയിട്ടുണ്ട്. പാലങ്ങാട്ടുമേത്തൽ വാഴും അമ്മേ നീ ശരണം, ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ നീ ശരണം. പാലങ്ങാട്ടുമേത്തൽ വാഴും അമ്മേ നീ ശരണം, ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ നീ ശരണം. നിന്നടയിൽ ഞാൻ നിന്നു തൊഴുമ്പോൾ പുഞ്ചിരി തൂകണം. അമ്പല പരിപാടികൾക്ക് പോവാറുണ്ട്? പോവാറുണ്ട്. പുന്നല്ലി എന്ന് പറഞ്ഞ സംഘത്തിൽ എത്ര പേരുണ്ട് നിങ്ങള്? ഞങ്ങള് 15 ആളുണ്ട്. അതൊക്കെ മാവൂര് പ്രദേശത്തുള്ളവരാ? മാവൂര് പ്രദേശത്തുള്ളവരാ. പക്ഷെ അവരൊക്കെ ഞാനെന്ന് വെച്ചാല് ഞാൻ പാടുമ്പോൾ അവർക്കൊക്കെ ഒരു എന്താ പറയാ, നല്ല പാട്ടുകളൊക്കെ അവര് പിന്നേക്ക് കൊണ്ടുവെക്കും. ഒരുവിധം നല്ലോണം പാടുന്നവരൊക്കെ അവര് ബാക്കോട്ടേക്ക് ഇടുക ചെയ്യുക. അന്ന് അവരങ്ങനെയാ ചെയ്തത്. ഞങ്ങൾ പെരുമണ്ണ ഒരു പരിപാടിക്ക് പോയിണ്ടായിരുന്നു. ആ പെരുമണ്ണ പരിപാടിക്ക് പോയിട്ട് അന്നെൻ്റെ മോള് പ്രസവിച്ച് കിടക്കുന്ന 1 മാസമായിട്ടേ ഉള്ളൂ.
അന്ന് ഞങ്ങൾ പരിപാടിക്ക് പോയി. പരിപാടിക്ക് അവിടെ എത്തിയപ്പോൾ ഇവിടുന്നൊക്കെ ലിസ്റ്റ് ഇട്ട് പോയി. അവിടെ എത്തിയപ്പോൾ 12 മണിയായിട്ടും എൻ്റെ പേര് വിളിക്കുന്നില്ല പാടാനുള്ള. രാത്രി 12 മണിയോ? ആ 1 മണി വരെ അവിടെ പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ പല പല പരിപാടികളായിരുന്നു. അപ്പം ഞങ്ങൾ നാടൻ പാട്ടും കൂടി അതിൽ ഉൾപ്പെടുത്തിയതായിരുന്നു. രണ്ടാമത്തെ ഞാനേനു പാടാൻ. അവിടെ എത്തിയപ്പോൾ ലിസ്റ്റ് മാറ്റി. അങ്ങനെ ഞാൻ വിചാരിച്ചു എൻ്റെ പേര് വിളിക്കേക്കും. ഞാൻ ഇങ്ങനെ കണ്ണിന്നിങ്ങനെ കണ്ണീര് വരികയാണ്. എന്താ ചെയ്യുക, ഞാൻ നിൽക്കണോ പോകണോ എന്നുള്ള ചിന്തയായിപ്പോയി. അവസാന നിമിഷത്തിൽ എന്നെ വിളിക്കുന്നില്ല. അപ്പോൾ ഒരു പാട്ടോടെ കൂടെ പരിപാടി നിർത്തുകയാണ് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ഞാൻ സ്റ്റേജിൻ്റെ മുന്നിൽ പുറത്തിറങ്ങി പോന്നു. ഒരു ചക്കൻ പാടാം ഓരോ കൂടെ ഞാൻ പാടാൻ ആദ്യമേ പോകുന്നതാണ്. സിനിമാ പാട്ടായാലും നാടൻ പാട്ടായാലും ഒക്കെ ഞാൻ ഓരോ കൂടെ പാടാൻ പോവല്. അങ്ങനെ ഇവരെ ഭാര്യൻ്റെ അടുത്ത് വന്ന് ചോദിച്ച് എന്തേ നല്ലോണം പാടുന്ന വിലാസ് ചേച്ചിനെ എന്തേ നിങ്ങൾ പാടിക്കാന്ന് ചോദിച്ചു. അപ്പോൾ അതെനിക്കറിയില്ല, അത് അവർ എന്താ ചെയ്തതാണ് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. എനിക്ക് വാക്കുകളില്ല പറയാൻ കിട്ടുന്നേ അല്ല. കണ്ണിന്ന് എൻ്റെ ചോരയാണ് ചാടിയത്. കാരണം എന്താ പറയുക, എൻ്റെ മോള് പ്രസവിച്ചിട്ട് 1 മാസമായിട്ടേ ഉള്ളൂ. ആ കുട്ടീനെ ഇട്ടിട്ടാണ് ഞാൻ പോയത്. അന്നത്തോടു കൂടെ ഞാൻ പറഞ്ഞു ഞാൻ അവിടേക്ക് ഞാൻ വരില്ല, എനിക്കൊരു നാടൻപാട്ട് സംഘം ഉണ്ടാക്കണം എന്ന് ഞാൻ ഉറച്ച തീരുമാനത്തിലെത്തി. അങ്ങനെയാണ് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ ഞാൻ വിളിച്ചു കൂട്ടിയ ഒരു നാടൻപാട്ട് സംഘം. അതാണ് പുന്നല്ല് നാടൻപാട്ട്. പരിപാടികൾ കിട്ടുന്നുണ്ടോ? ആ പരിപാടി കിട്ടുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കുറേ സ്ഥലത്തൊക്കെ ഞങ്ങൾ പോയി കുറേ പരിപാടി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തർ ചോദിച്ചു വരും കേട്ടോ, ഇങ്ങനെ പാട്ട് പാടുന്ന വിലാസിനി ചേച്ചിൻ്റെ വീട് ഏതാന്നൊക്കെ ചോദിച്ചു വരും. പക്ഷെ ആരും പറഞ്ഞു കൊടുക്കൂല. അതെന്താ ആളുകൾക്കും താല്പര്യമല്ലേ വിലാസിനി ചേച്ചി പാട്ട് പാടി രംഗത്ത് വരുന്നത്? രംഗത്ത് വരാൻ ഞാൻ ചിലപ്പോൾ സാറേ നന്നായി പോയാലോ, അത് അവർക്ക് പിടിക്കൂലല്ലോ. അതാണ് സംഭവം. പക്ഷെ എൻ്റെ ആങ്ങളെ നന്നായി പാടും, അനിയത്തി നന്നായി പാടും, ചേച്ചി പാടും, എൻ്റെ മോൻ പാടും, മോള് പാടും, ഡാൻസ് ചെയ്യും, എല്ലാം ഉണ്ട്. അവരൊന്നും വേദികളിൽ വരാറില്ല? അവരൊക്കെ വേദികളുണ്ട്. ഈ പുന്നല് നാടൻ പാട്ടിലേക്ക് ഞാൻ എല്ലാവരെയും കൂട്ടിയിട്ടുണ്ട്. എല്ലാവരും ഞാൻ കൊണ്ടുവന്നു രംഗത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. നിങ്ങളെ ഒഴിവാക്കിയ മുമ്പിൽ നിങ്ങൾ സ്വന്തം തന്നെ വേദി ഉണ്ടാക്കിയിട്ട് നാടൻപാട്ട് സംഘം ഉണ്ടാക്കിയിട്ട് അവർക്ക് കാണിച്ചു കൊടുത്ത് ഞങ്ങള്. എന്നിട്ട് ഞങ്ങൾ ഇവിടെ തെങ്ങിലക്കടവ് സാറ് കേട്ടിട്ടുണ്ടോ? തെങ്ങിലക്കടവാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് പരിപാടി കിട്ടിയപ്പോൾ അവിടെ അവര് വന്ന് ഒളിഞ്ഞു നിന്ന് നോക്കി കേട്ട്. ഒളിഞ്ഞു നിന്നതാ അവര്, രംഗത്തേക്ക് വന്നിട്ടില്ല. മധുര പ്രതികാരാണ് വിലാസിനി. അപ്പൊ അന്നാണ് ഞാൻ എഴുതിയ പാട്ട് ഞാൻ പാടിയത്, താത്തയ്യം തിത്തയ്യം. പിന്നെ പാർട്ടീന്റെ പരിപാടി സംഗീതം ആലാപനം വിലാസിനി മാവൂർ മെച്ചരിക്കും. വിലാസിനെ ചേച്ചി ഒഴിവാക്കി ആളുകൾ ഇത് കണ്ട് ഞെട്ടിയിട്ടുണ്ടാവും. അതെ. അപ്പൊ അവർക്ക് എന്താ വെച്ചാല് ഞാൻ എങ്ങടെ എത്തരുത്, അതാണ് എവിടെ എത്തരുത്, ആ ഒരു ഇതാണ് ഇവർക്ക്. ദൈവത്തിന്റെ ഒരു അംശം ഉള്ളതുകൊണ്ടാണ് ചിരകളില് ഈ സംഗീതം ഓടുന്നത്. ആര് തളർത്താൻ നോക്കിയിട്ടുണ്ടെങ്കിലും തളരൂലാന്ന് എൻ്റെ മനസ്സിങ്ങനെ പറയാ. ഞാൻ വീട്ടിൽ നിന്നായാലും എന്ത് പണിയെടുക്കുകയാണെങ്കിലും ഞാൻ അങ്ങനെ പാടി കൊടുക്കുമ്പോൾ അമ്മ പാട്ട് തുടങ്ങിയില്ലേ ചോദിക്കും മോന്. മോളാടുണ്ടെങ്കിലും ചോദിക്കും അമ്മ പാടാൻ തുടങ്ങിയില്ലേ, നിങ്ങൾ പാടിക്കോളി അറിയുന്നത്. മക്കളൊക്കെ നല്ല സപ്പോർട്ടാണ്. പിന്നെ എവിടെ വേണമെങ്കിലും വരാനും കൊണ്ടുപോകാനും ഒക്കെ നല്ലതാണ്. ഇവിടെ ഈ ഏരിയ തന്നെ അമ്പലത്തിൽ പാടാൻ വന്നിട്ടുണ്ട്. ചൂലൂർ അമ്പലം, നായർക്കുഴി അമ്പലം, അവിടെയൊക്കെ ഞങ്ങൾ ഞാൻ പാടിയിട്ടുണ്ട്. കൂടുതൽ നാടൻപാട്ടിലാണോ ശ്രദ്ധ? രണ്ടിലുണ്ട്. മാപ്പിളപ്പാട്ട് പാടാറില്ലേ? മാപ്പിളപ്പാട്ട് പാടാൻ. മാപ്പിളപ്പാട്ട് പാടിയാലോ? അറബി നാട്ടിനകലെയങ്ങാണ്ടിരിക്കും ബാപ്പ അറിയാൻ, അകമൊരുകി കുറിക്കു മകൾ ഒരുപാടുണ്ട് പറയാൻ. കുരുന്നു മകൾ കരഞ്ഞു കണ്ണീരൊലിപ്പിച്ചും കൊണ്ടുറക്കം, കനവിലുപ്പാ വിളിക്കുന്നതും നനച്ചു കൊണ്ടൻ മയക്കം. ഉമ്മയും ഞാനും തനിച്ചാണ് വീട്ടിൽ, ഉള്ളു കരിഞ്ഞിക്കൊണ്ടി സ്വർണ്ണക്കൂട്ടിൽ. ഉപ്പാനെയോർത്തൊന്നും നീറുന്ന മട്ടിൽ നാളുകൾ നീക്കും, കാണാൻ കൽബ് കൊതിക്കും. അറബി കുട്ടികൾ കളിക്കുന്നേരം മനസ്സിലോർമ്മ വരുമോ? അരളിമര ചുവട്ടിലെൻ്റെ കളിപ്പന്തലിൽ വരുമോ? ഇരമ്പിപ്പാറും വിമാനം കണ്ടാൽ ഇരുമിഴികൾ ഉതിർക്കും, അകലെ മിന്നി മറയും വരെ വിതുമ്പ് കണ്ണീരുതിർക്കും. അറബി നാട്ടിനകലെയങ്ങാണ്ടിരിക്കും ബാപ്പ അറിയാൻ, അകമൊരുകി കുറിക്കും മകൾ ഒരുപാടുണ്ട് പറയാൻ. പാട്ട്, തൊഴിലുറപ്പ് ജോലി, അതേപോലെ ഇവിടെ അറോറ ഹോട്ടലിലെ ജോലി, ഇതിനൊക്കെ അപ്പുറം നിങ്ങളുടെ ജീവിതം എങ്ങനെ പോകുന്നുണ്ട്? ജീവിതം അടിച്ചു പൊളിച്ചു പോകുന്നുണ്ട്. സങ്കടങ്ങൾ ഉണ്ടെങ്കിലും അത് സങ്കടം ഞാൻ പുറത്ത് കാണിക്കൂല. എന്തോ ഒരു സങ്കടം ഉണ്ടല്ലോ, എന്താണ്? വീട് മുഴുവനായിട്ടില്ല, എന്നൊരു സാമ്പത്തികമായൊരു ബുദ്ധിമുട്ടുകൾ. വീട് പണിന് മുന്നോട്ടുള്ള
സിറ്റ് ഔട്ട് എടുക്കാനുണ്ട്, പിന്നെ അടുക്കളയ്ക്ക് പണി ചെയ്യാനുണ്ട്. അതൊക്കെ അവിടെ ബാക്കി നിൽക്കും. എൻ്റെ 10ാം ക്ലാസ് ഗ്രൂപ്പുള്ള കുറേ ആൾക്കാരൊക്കെ ഗ്രൂപ്പുള്ളവരൊക്കെ കുറച്ച് വന്ന് സഹായിച്ചിട്ടുണ്ട്. കുറച്ചെന്നല്ല, കുറച്ചധികം സഹായിച്ചിട്ടുണ്ട്. അവരെ സഹായമാണ് ഇപ്പൊക്കെ ഉള്ളത്. അല്ലാതെ ഒരാളും, ഞാൻ കുറേ കാലം മുന്നേ ഞാൻ വീടിനൊക്കെ എഴുതി കൊടുത്തതാണ്. എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് ഇപ്പോൾ 20 വർഷം കഴിഞ്ഞ്. അന്ന് മോന് 3ാം ക്ലാസ്സിൽ പഠിക്കുക. അന്ന് മുതലേ ഞാൻ ദുഃഖഭാരങ്ങളിങ്ങനെ ഏറ്റിക്കൊണ്ട് നടത്തുന്നു. ആ സ്വന്തമായിട്ട് സ്ഥലം ഇപ്പോഴേരെ കിട്ടിയിട്ടേ ഉള്ളൂ. ഇപ്പൊ ഇതാ 3 കൊല്ലമായിട്ടേ ഉള്ളൂ കിട്ടിയത്. അതുവരെ ഞാൻ വാങ്ങിയതാണോ? അത് ബ്ലോക്കിൽ നിന്ന് സ്ഥലം കിട്ടിയതാ. വീടുണ്ടാക്കാനുള്ളത് അത് പഞ്ചായത്ത് നിന്ന് മാവൂര്. അപേക്ഷ കൊടുത്തിട്ട് പാസ്സായോ? ആ, പാസ്സായി വീട് വെച്ച്. ഇപ്പൊ അതുവരെ ഞാൻ ആങ്ങളേൻ്റെ അടുത്തായിരുന്നു കഴിഞ്ഞു. അവരൊക്കെ നല്ല സപ്പോർട്ട് ചെയ്യുന്നു, നല്ല സ്വഭാവങ്ങളും എല്ലാം ഇല്ല. ഇടയ്ക്ക് ഇങ്ങനെ സ്വന്തമായിട്ട് പാട്ടുകൾ എഴുതും, അത് സ്വന്തമായിട്ട് തന്നെ? സ്വന്തമായിട്ട് ഞാൻ ട്യൂൺ ഇട്ട് നോക്കും, അത് ഇതിന് ചേരോ ഇല്ലേ. ഞാനൊരു ഓണപ്പാട്ട് എഴുതിയിട്ടുണ്ട്. തെയ്യത്തിനെന്താരോ തെയ്യന്താരോ തകതിമി തെയ്യത്തിനെന്താരോ തെയ്യന്താരോ തെയ്യത്തിനെന്താരോ തെയ്യന്താരോ തെയ്യത്തിനെന്താരോ തെയ്യന്താരോ ഒരു പോളം തിരിനീട്ടി അരിഞ്ഞു വെച്ചേ ചെറുമാനും ചെറുമൻ്റെ കറുമ്പിപ്പെണ്ണും അയകൊള്ള വയലെല്ലാം കതിരണിഞ്ഞേ കതിരായ കതിരെല്ലാം കൊയ്തെടുത്തേ തെയ്യത്തിനെന്താരോ തെയ്യന്താരോ തകതിമി തെയ്യത്തിനെന്താരോ തെയ്യന്താരോ. അതൊന്ന് പാടി നോക്കി ട്യൂണിത് ശരിയാവോ ഇല്ലേ, ആണെങ്കിലും ഇല്ലെങ്കിലും ഞാനൊന്ന് പാടി നോക്കട്ടെ. അപ്പം ഞാൻ പാടിയപ്പോൾ അങ്ങനെ ഞാൻ ആ വേദിയിൽ പാടിയപ്പോൾ എല്ലാവരും പറഞ്ഞ്, അനൗൺസ്മെൻറ്റ് ചെയ്യുന്നവർ പറയും ഇത് വിലാസിനി ഒറ്റയ്ക്ക് എഴുതിയതാണ്, ട്യൂൺ ചെയ്തതാണെന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും അതിലൊക്കെ നല്ല പ്രോത്സാഹനമാണ്. പാടിക്കഴിഞ്ഞാൽ അതിനേക്കാളും പ്രോത്സാഹനമാണ് എനിക്ക്. കാരണം വെച്ചാൽ പാടി ആടി ഒക്കെ ചെയ്യുന്നുണ്ട് ഞാൻ. പാടുക മാത്രമല്ല, ഡാൻസും പഠിപ്പിക്കുന്നുണ്ട്. പഠിപ്പിക്കുന്നുണ്ട്. നാടൻ ഡാൻസുകളാണോ? നാടൻ ഉണ്ട്, ഒപ്പന, ഗ്രൂപ്പ് ഡാൻസ് എല്ലാം ഉണ്ട്. അറോറ ഹോട്ടലിൽ ചായ കഴിക്കാൻ വേണ്ടി കയറിയ സമയത്ത് മൂളിപ്പാട്ട് കേട്ടപ്പോഴേ മൂളിപ്പാട്ട് പാടിയ ആള് ഒരു സാധാ സ്ത്രീ അല്ല, ചില്ലറക്കാരി അല്ല എന്ന് മനസ്സിലായി. ഞാൻ വെറും പാട്ട് മാത്രമല്ല, അപ്പം പാട്ട് പഠിപ്പിക്കുന്നുണ്ട്, ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്, ഒപ്പന പഠിപ്പിക്കുന്നുണ്ട്. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. കാതിലാണേ തോടയില്ല, കഴുത്തിലാണേ മാലയില്ല, കയ്യിലാണേ വളയുമില്ല, കാലിലാണേ കൊലുസുമില്ല. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും.